എല്ലാവർക്കും നമസ്കാരം. അഞ്ചാമത്തെ അധ്യായം എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പിക് ഇങ്ങനെയാണ്: ഡിസ്കാർഡ് വാട്ട് യു ഡോണ്ട് നീഡ്. നമുക്ക് വേണ്ടാത്തത് എന്താണോ അതിനെ ഉപേക്ഷിക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഇത് തന്നെയാണ്. ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പോകുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ, നമുക്ക് വിഷമം വരുന്ന സമയത്ത് നമുക്ക് എന്താണ് തോന്നാറുള്ളത്? നമുക്ക് എന്തോ ഒരു കുറവുണ്ട്, എന്തോ ഒരു കാര്യം നമ്മളിൽ കുറയുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ആ കുറവ് നികത്താനായിട്ട് നമ്മൾ ഒരു പക്ഷേ കൂടുതൽ കാര്യങ്ങൾ സംഭരിക്കുന്നുണ്ടാകും. ഇപ്പം നമുക്ക് പണമാണ് കുറവെങ്കിൽ നമ്മൾ കൂടുതൽ എങ്ങനെ പണം സംഭരിക്കാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷെ ഇവിടെ സെൻ ബുദ്ധിസത്തിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുതിയ കാര്യങ്ങൾ നമ്മൾ കൈവരിക്കുന്നതിന് മുമ്പായിട്ട് അതിനൊരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കണം. ആ ഒരു പുതിയ കാര്യം സ്വീകരിക്കാനായിട്ട് അതിന് പഴയ നമുക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ പുതിയതിന് അവിടെ സ്ഥാനം കിട്ടുള്ളൂ. ഇത് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളാകാം, മെൻ്റലായിട്ടുള്ള കാര്യങ്ങളാകാം. അതായത് ഫിസിക്കലായിട്ടുള്ള കാര്യം ആദ്യം ഒരു ഉദാഹരണമായിട്ട് പറയാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ കുറേ കാലമായിട്ട് ഉപയോഗിച്ച് വരുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാകാം. ചിലപ്പോൾ ഒരു വാഹനമായിരിക്കാം, ചിലപ്പോൾ ഒരു ഫോണായിരിക്കാം, എന്തും തന്നെ ആയിക്കോട്ടെ. അതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് തന്നെ വരും. ഇനി അത് കുറച്ചുകൂടെ ഒരു ആഴത്തിലേക്ക് പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ശരീരം പോലും നാളെ ഒരു കാലത്ത് നമുക്ക് ഉപേക്ഷിച്ചിട്ട് ഈ ലോകത്തിന് വിട പറഞ്ഞ് നമുക്ക് പോകേണ്ടതായിട്ട് വരും, അല്ലേ? അപ്പം പിന്നെയല്ലേ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ. പക്ഷെ ആ ഒരു കാര്യം നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് വരുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് വിഷമം തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്ക ആളുകൾ എന്താ ചെയ്യുന്നത്? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സൂക്ഷിച്ചു വയ്ക്കും. പക്ഷെ ഇതുകൊണ്ട് നമുക്കും പ്രയോജനമില്ല, മറ്റുള്ളവർക്കും പ്രയോജനം ഉണ്ടാവില്ല, ആർക്കും തന്നെ ഗുണം ഉണ്ടാവില്ല. ഇനി വേറൊരു അർത്ഥത്തിലും കൂടെ പറയാം. നമ്മൾ ദിവസവും നമ്മൾ ആഹാരം കഴിക്കുന്നു. അത് നമ്മുടെ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ആഹാര സാധനങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് നാൾ കഴിയുമ്പം, കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോൾ തന്നെ അത് എന്താ പറയുന്നത്, കേടായി തുടങ്ങും. ആ ഒരു സംഭവം നമ്മുടെ വീട്ടിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ടോ? ഞാനിത് കഷ്ടപ്പെട്ട് ഞാൻ കടയിൽ പോയി വാങ്ങിച്ച സാധനമാണ് എന്നും പറഞ്ഞ് നമ്മൾ ഓർത്ത് വെക്കാറുണ്ട്? ഒരിക്കലും ഇല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് അത് വെച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ നാറ്റം കൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാൻ സാധിച്ചെന്ന് വരില്ല. അത്രയ്ക്ക് ദുർഗന്ധമായിരിക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പഴയ ചിന്തകളാണെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത എന്ത് കാര്യമാണെങ്കിലും തീർച്ചയായിട്ടും അതിനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഇനി ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ ചിന്തകൾ നമ്മൾ ഒരിക്കലും നമ്മൾ കളയാറില്ല. നമുക്ക് വേണ്ടാത്ത എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഭൗതികമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മാനസികമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമില്ലാത്തത് എന്താണ്, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എന്താണെന്നുള്ളത് തിരിച്ചറിയാനുള്ളൊരു കഴിവും കൂടെ നമുക്ക് വേണ്ടി വരും. അത് തീർച്ചയായിട്ടും നമുക്ക് വളർത്തിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്ത് തന്നെയാണെങ്കിലും, മനസ്സുകൊണ്ട് നമുക്ക് തോന്നുന്ന കാര്യമാണെങ്കിലും അതിനെ അങ്ങ് കളയാനായിട്ട് ശ്രമിക്കുക. ഒരുപക്ഷെ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് വിഷമം തോന്നിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്ന് കരഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു വിഷമം നമുക്ക് മാറിക്കിട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ വളരെ ഫ്രഷായിട്ട് നമുക്ക് ഒന്നുകൂടെ ആ ഒരു കാര്യം നമുക്ക് വീണ്ടും ആവർത്തിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ രീതിയിൽ നമുക്ക് ചിന്തിച്ച് വേണമെങ്കിൽ ഒരു അവസ്ഥയിലേക്ക്, നല്ലൊരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചിരിക്കും. അപ്പം തീർച്ചയായിട്ടും ആവശ്യമില്ലാത്തത് എന്താണോ അതിനെ പതുക്കെ നല്ല രീതിയിൽ തന്നെ, സന്തോഷത്തോടു കൂടി തന്നെ, വിഷമിച്ചല്ല, സന്തോഷത്തോടു കൂടി തന്നെ അതിനെ പതുക്കെ മാറ്റിവെക്കുക, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക. അപ്പം അത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിലെ ഭാരം തന്നെ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു പുതിയൊരു ജീവിതം തന്നെ നമുക്ക് തുടങ്ങാനായിട്ട് അധികം ബുദ്ധിമുട്ടില്ല. അപ്പം എല്ലാവർക്കും അവരവരുടെ മനസ്സിലുള്ള ഭാരങ്ങൾ, അവരുടെ ജീവിതത്തിലുള്ള ഭാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പതുക്കെ ഉപേക്ഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ. അപ്പോൾ അങ്ങനെ ഉപേക്ഷിച്ച് നമുക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ള പുതിയൊരു ജീവിതം നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങേയറ്റം സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം കൂടെ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു.